യേശു മാത്രം മതി ഞങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനം കേൾക്കുന്ന ദൈവമക്കളിൽ, യൂട്യൂബിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാചിന്റെ ഹെലിപ്പാടുകളുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താലും നാമത്താലും അത് അഴിച്ചു മാറ്റുന്നു. വഴിതെറ്റിയ പ്രാർത്ഥനയിലൂടെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ കേട്ടതുപോലെ, വഴിതെറ്റിയ തെറ്റായ പ്രാർത്ഥനയിലൂടെ, മരിച്ചുപോയവരുമായുള്ള ബന്ധത്തിലൂടെ, തെറ്റായ വിഗ്രഹാരാധനയിലൂടെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ടും വിശുദ്ധി കേൾപ്പിച്ചു കൊടുക്കാത്തതിലൂടെ, ഏതെങ്കിലും മണ്ഡലത്തിൽ തെറ്റായ ദൂതന്മാരുടെ ഇടപെടലുകളുണ്ടെങ്കിൽ അവരെല്ലാവരും ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യഥാർത്ഥ ദൈവത്തിൻ്റെ ദൂതന്മാർ ഓരോ മക്കളുടെ മേലും ഇറങ്ങി വരുവാൻ യേശുവിൻ്റെ വചനത്തിൽ ജീവിക്കട്ടെ. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ ഞാനും പിതാവും അവൻ്റെ അടുക്കൽ വന്ന് വാസമുറപ്പിക്കും. അങ്ങനെയുള്ള മനുഷ്യപുത്രൻ വാസം ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ നല്ല ആടുകളായി തന്നെ നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 10:26 യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകിയാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ആരാണ് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആടുകളുടെ കൂട്ടത്തിൽപ്പെടാത്തവരാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആത്മാവിലുള്ള യഥാർത്ഥ ഒരു ദൂത്, ആത്മാവിലുള്ള ഒരു ദൈവത്തിൻ്റെ വാക്ക്, അതിന് കീഴ്പ്പെടാൻ വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ പൈതലല്ല എന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല. അടുത്തത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. You believe not because you are not of my sheep. My sheep hear my voice. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. യേശു ആരുടെ എല്ലാം ഉള്ളത്തിൽ വാസം ചെയ്യുന്നു അവരെല്ലാവരും യേശുവിൻ്റെ ശബ്ദം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെടും. ഹല്ലേലൂയ. അവർ യേശുവിൻ്റെ ശബ്ദത്തിന് അനുസരിക്കും. ആമേൻ പറയും. ഹല്ലേലൂയ. എല്ലാവരും ഒരു ആമേൻ പറഞ്ഞേ, ഒരു ആമേൻ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 28-ാം വാക്യം വായിച്ചേ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന, എന്നെ അനുഗമിക്കുന്ന ആടുകൾക്ക് ഞാൻ എന്തു കൊടുക്കും? നിത്യജീവൻ കൊടുക്കുന്നു. നിത്യജീവൻ കൊടുക്കുന്നു. എന്നാൽ സാത്താന് കീഴ്പ്പെടുന്നവർക്ക് നിത്യ നരകമാണ് ലഭിക്കുന്നത്. വഴിതെറ്റിയ ദൂതന്മാർക്ക് ഏഞ്ചൽ പാടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഹല്ലേലൂയ നിത്യ മരണമാണ്. എന്നാൽ യേശുവിനെ അറിയുകയും യേശുവിനെ അനുഗമിക്കുകയും അവൻ്റെ ശബ്ദം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. എല്ലാരും പറഞ്ഞേ, ഞാൻ ഒരു നാളും നശിച്ചു പോവുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ ഒരു നാളും നശിച്ചു പോവുകയില്ല. ഞാൻ ഒരു നാളും നശിച്ചു പോകുകയില്ല. എന്തെന്നാൽ ഞാൻ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവന്റെ ശബ്ദം ഞാൻ അവനെ അനുഗമിക്കുന്നു, ഞാൻ അവനെ വിശ്വസിക്കുന്നു, ഞാൻ അവനെ അനുസരിക്കുന്നു. അതിനാൽ ഞാൻ നശിച്ചു പോവുകയില്ല. എല്ലാരും പറഞ്ഞേ, ഒരു നാളും അങ്ങനെ ഒരു ദിവസമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നശിക്കുന്ന ഒരു ദിവസം വിശ്വസിക്കുന്നവനില്ല. കൈയടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഒരാൾക്ക് ഒന്നിനും എന്നെ വിശ്വസിക്കുന്ന, എന്നെ അനുഗമിക്കുന്ന, എൻ്റെ വചനമനുസരിക്കുന്ന ഒരാളെപ്പോലും മറ്റൊരു ശക്തിക്കും അവൻ്റെ കരങ്ങളിൽ നിന്ന്
പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. അർത്ഥം, അവനെ കേൾക്കുന്ന, അവനെ വിശ്വസിക്കുന്ന, അവനെ അനുഗമിക്കുന്നവൻ അവൻ്റെ കൈകളിലാണ്. അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവൻ ഉത്കണ്ഠാകുലനാകേണ്ടതില്ല. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ കൊടുത്തുകൊള്ളുക, അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങൾ അവന്റെ കൈകളിലാണ്. നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ഒന്നിനും കഴിയില്ല. അവൻ പൂജ നടത്തിയാലും നടക്കിയല, മന്ത്രവാദം ചെയ്താലും നടക്കിയല. ഒരു കൂട്ടം മുഴുവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. യേശുവിന്റെ കരങ്ങളിലാണെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം അങ്ങനെ സംഭവിക്കാൻ പോണില്ല. നശിക്കുന്ന വിധത്തിൽ, പറിച്ചു പോകുന്ന വിധത്തിൽ, നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ നിന്റെ ഡയറിയിൽ അങ്ങനെയൊന്നില്ല. നിന്റെ ആയുഷ്കാലത്ത് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ ശബ്ദം കേട്ട് നിയമങ്ങളും നിയന്ത്രണങ്ങളും പാരമ്പര്യങ്ങളും കേട്ടിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അവന്റെ ശബ്ദം കേട്ട്, അവന്റെ വചനം കേട്ട് അത് വിശ്വസിച്ച് അനുസരിക്കുന്നവനിൽ സ്വർഗീയ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് തലയുമായി ബന്ധപ്പെട്ട ഒരു ഭാരം, ഒരു കെട്ടിപ്പോൾ അഴിയുന്നു. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. അഴിയട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുത വിടുതലുണ്ടാകട്ടെ. ചിലപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളൊരു മത നേതാവായിരിക്കാം, നിങ്ങളൊരു ലീഡറായിരിക്കാം, ഒരാത്മീയ ഉപദേഷ്ടാവായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങളുടെ നിത്യരക്ഷയെ ഉറപ്പിക്കില്ല. മതഭക്തരായ പരീശന്മാരുടെ നേതാക്കളോടും യേശു പറഞ്ഞത് ഇങ്ങനെയാ. യോഹന്നാൻ 8:44, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യം ഇല്ലായകൊണ്ട് there is no truth in him. അവനിൽ സത്യമില്ല. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ അവൻ നിലനിൽക്കുന്നതുമില്ല. അവൻ ബോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു. അവൻ ബോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഒന്ന് വായിച്ചേട്ടിൻ്റെ 44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ പറയുന്നതെന്നറിയാമോ? മതനേതാക്കളായ പരീശന്മാരോടാണ്, പുരോഹിത വർഗത്തോടാണ്, ലീഡർമാരോടാണ്. എന്തുവാണെന്ന് ധരിക്കുന്നവരോട് യേശു പറയുക, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണ്. ഇത് സൈമൺ ബ്രദറിന് ഇഷ്ടമുള്ളതുപോലെ പറയുന്നതല്ല, യേശു പറഞ്ഞ വചനമാണ്. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. കാരണം നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ മോഹം ചെയ്യാനാ. ദൈവമല്ല നിങ്ങളുടെ പിതാവ്, പിശാചാണ്. അതുകൊണ്ട് അവൻ്റെ മോഹങ്ങളെ നിങ്ങൾ ചെയ്യുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട്, അവനിൽ സത്യമില്ല. അവൻ വചനത്തിൽ അവൻ നിലനിൽക്കില്ല. വചനത്തിൽ നിലനിൽക്കുവാൻ അവന് സാധ്യമല്ല. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. സത്യത്തിൽ അവൻ നിൽക്കുന്നില്ല. അവൻ ബോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ കളവുകൾ കണ്ടുപിടിച്ചു പറയുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്താ ഞായറാഴ്ച വരാത്തത്? പുതിയൊരു കളവ് കണ്ടുപിടിച്ചു പറയും. അതാരാ? സത്യത്തിൽ നിലനിൽക്കാത്തവരാ, പിശാചിൻ്റെ മക്കൾ. അവർക്ക് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും. ഈ നുണയുടെ സ്പിരിറ്റ് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും ഞാനത് തടയാറ്. മിണ്ടരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ അങ്ങോട്ട് പറഞ്ഞേ. അവർ സത്യത്തിൽ നിൽക്കുന്നില്ല. അവർ ബോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു. ആരിൽ നിന്ന്? അവരുടെ സ്വന്തം ആരാ? പിശാച്. അവൻ ബോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ചിലർ പറയല്ല, എനിക്ക് നിന്നെ അറിയാം, നിന്റെ അപ്പനെയും അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പോൾ പിശാചിൽ നിൽക്കുന്നവൻ സത്യത്തിൽ നിലനിൽക്കാൻ പറ്റാത്തവനാണ്. അവൻ നുണ പറയും, ബോഷ്ക് പറയുന്നവനാണ്, സ്വന്തത്തിൽ നിന്നെടുത്ത് പറയും. ഹല്ലേലൂയ. അത് ലീഡറായിരിക്കാം, പുരോഹിതനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, ബ്രദറായിരിക്കാം,
പേര് അപ്പസ്തോലൻ എന്നായിരിക്കാം, പ്രവാചകൻ എന്നായിരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു കുര്യൻ ബ്രദർ എന്നെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് വന്ന ഒരു പാസ്റ്ററാണ് അദ്ദേഹത്തെ വഞ്ചിച്ചത്. പ്രൈസ് ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ, കുറച്ച് പാസ്റ്റർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേട്ടില്ലേ? എന്താ ചെയ്തത്? അവർ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആ പാസ്റ്ററുടെ ഒരു ബന്ധു വിദേശത്തുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു 200 പേരെ അങ്ങോട്ടേക്ക് UK മറ്റോ ആവശ്യമുണ്ട്, 50,000 രൂപ വെച്ച് മേടിക്കാവുള്ളൂ, അതിൽ കൂടുതൽ മേടിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പാസ്റ്റർ എന്ത് ചെയ്തു? 50,000 കഴിഞ്ഞ് അതിൻ്റെ മേലിലുള്ള വലിയ തുകകൾ മേടിച്ചു കൂട്ടി. ഹല്ലേലൂയ. അപ്പോൾ എന്നെ വിളിച്ച പുള്ളി അതിൻ്റെ അകത്തുണ്ട്, പക്ഷേ പുള്ളി അറിയാതെ അയാൾ മേടിച്ചു. ഈ സ്ഥാപനം കൊണ്ട് കാണിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് പൈസ മേടിച്ചു കൂട്ടി. ആരാ? പാസ്റ്റർ ഇടയൻ എന്ന പേര്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സത്യത്തിൽ ഇടയന്മാർ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമാതിരി ഒരു പരിപാടികളിലും ഏർപ്പെടാൻ പാടുള്ളതല്ല. പാസ്റ്റർമാരോട് പറയട്ടെ, നിങ്ങൾ ആവശ്യമില്ലാത്ത ഇമാതിരി തെറ്റായ ബിസിനസ് ചെയ്യരുത്. പ്രൈസ് ലോർഡ്. മണി വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന പരിപാടികൾക്ക് നിൽക്കരുത്. അത് നിങ്ങളെ ചതിക്കും, വഞ്ചിക്കും. പ്രൈസ് ലോർഡ്. അതിൻ്റെ പിന്നിൽ വഞ്ചനയുടെ ഒരു ആത്മാവുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്, ദൈനംദിന ജീവിതത്തിൽ വേണ്ടത് കർത്താവ് തരും. ഇല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. എളുപ്പവഴിയിൽ പണമുണ്ടാക്കുന്നതല്ലേ, ഒന്ന് വെച്ച് 2 ലെഫ്റ്റ് റൈറ്റ് താഴോട്ടിറങ്ങി 4 പേര് വന്നാൽ ഇത്ര പൈസ, 6 പേര് വന്നാൽ ഇത്ര പൈസ. നോ 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 നോ, അത് പിശാചിൻ്റെ വഴിയാണ്. മുറിച്ചു മാറ്റുക. അല്ലേ? അറിവില്ലാത്ത സമയത്ത് നമ്മുടെയും ജീവിതത്തിലൊക്കെ ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാകും. ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. അതിലൂടെ വന്ന കെട്ടുകൾ, ബന്ധനങ്ങളൊക്കെ മുറിച്ചു മാറ്റുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ ലോകത്തിൽ ശരിയായ വാതിലിലൂടെ, വഴിയിലൂടെ മാത്രം നിങ്ങൾ പ്രവേശിക്കുക. തെറ്റായ വാതിലിലൂടെ ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് അപകടമാണ്. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. ഈ സ്കേവായുടെ 7 പുത്രന്മാർ പിശാചിനെ ഒഴിപ്പിക്കാൻ പോയത് കേട്ടിട്ടില്ലേ? അപ്പോസ്തല പ്രവൃത്തിയില്ല അല്ലേ? 19-ാം അധ്യായം 14 തൊട്ട് പിന്നീട് വായിച്ചു നോക്കുക. ഈ സ്കേവായുടെ 7 പുത്രന്മാരുടെ അപ്പൻ ആരാന്നറിയാമോ? മഹാപുരോഹിതനായിരുന്നു. പ്രൈസ് ലോർഡ്. പുരോഹിതൻ്റെ മക്കളാണ് പിശാചിനെ ഒഴിപ്പിക്കാൻ പോയത്. എന്താ പറ്റിയ അവസാനം? മതനേതാവിൻ്റെ മക്കൾക്ക് പോലും പിശാചിനെ ഒഴിപ്പിക്കാൻ പറ്റിയോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ വചനം വായിക്കുമ്പോൾ അവർ മന്ത്രവാദികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരാ? പുരോഹിതരുടെ മക്കൾ. എന്താ അവിടെ അർത്ഥമാക്കുന്നത്? വഴിതെറ്റിയ പ്രാർത്ഥന, മരിച്ച ആത്മാക്കളോടുള്ള ബന്ധങ്ങൾ, വിശുദ്ധരോടുള്ള പ്രാർത്ഥനകൾ. മന്ത്രവാദികളാണ്. എത്ര കേട്ടാലും തലേ കയറിയല്ലേ. പണി ശബദോ നോ റോ ലേഹേ റെബേ. അവരെ മന്ത്രവാദികൾക്ക് സമരായിട്ടാണ് വചനത്തിൽ കാണിക്കുന്നത്. അവരുടെ ആഗ്രഹം നല്ലതായിരുന്നു. പൈശാചിക പീഡകളിൽ കിടക്കുന്ന മറ്റുള്ളവരെ മോചിപ്പിക്കാൻ അവരാഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള മന്ത്രവാദികളുണ്ട്. അവരുടെ ആഗ്രഹം നല്ലതാണ്. ഇവരെ പൈശാചിക പീഡയിൽ നിന്ന് എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. ഹല്ലേലൂയ. പക്ഷേ ഇവർക്ക് പറ്റിയ തെറ്റെന്താണ്? ഇവർ പ്രവേശിച്ച ആത്മീയ വഴി യഥാർത്ഥ വഴിയല്ല, യഥാർത്ഥ വാതിലായിരുന്നില്ല. അവർ പ്രവേശിച്ച യഥാർത്ഥ ആത്മീയ ലോകം തെറ്റിപ്പോയി. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഐ ആം ദ ഡോർ ഓഫ് ദ ഷീപ്പ്. ഞാനാണ് ആടുകളുടെ വാതിൽ. ഹല്ലേലൂയ. 10:7 യോഹന്നാൻ 10:7 യേശു പിന്നെയും അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. പ്രൈസ് ലോർഡ്. യോഹന്നാൻ 10:9 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഐ ആം ദ ഡോർ, ബൈ മീ ഇഫ് എനി മാൻ എൻ്റർ ഇൻ he shall be saved. ഹല്ലേലൂയ. അവരകത്തു വരും, പുറത്തു പോകും. ഹലോ, വരികയും
പോവുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കുന്നവനാണ് രക്ഷപ്പെടുന്നത്. അവരുടെ അകത്തേക്കാണ് ദൂതന്മാർ, അവരുടെ അരികിലേക്കാണ് വരുന്നത്, അവരിൽ നിന്നാണ് പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൂതന്മാർ അവിടെ കയറിയിറങ്ങുന്നു, അകത്തും പുറത്തും അവരെ നടത്തുന്നു. ഹല്ലേലൂയ. അവർ അകത്തായിരിക്കുമ്പോഴും ദൂതന്മാർ അവരെ നടത്തുന്നു, അവർ പുറത്തായിരിക്കുമ്പോഴും ദൂതന്മാർ അവരെ നടത്തുന്നു. ഹല്ലേലൂയ. അതിനാൽ നിങ്ങൾ പോകുന്ന വാതിൽ ശരിയായ വാതിലാണോ എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശു പറഞ്ഞു യോഹന്നാൻ 10:10. ഒന്ന് വായിച്ച് യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആ ഇരുണ്ട വാതിൽ തുറക്കപ്പെട്ടാൽ നമ്മളിൽ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. ആ ദൂതന്മാർ, ഈ പിശാചികൾ എന്ന് പറയുന്നത് വഴിതെറ്റിയ ദൂതന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. വീണുപോയ ഈ ഒരു ചെറുഭാഗം ഇവർ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം പാലിച്ച് അതിൽ നിൽന്നാൽ യഥാർത്ഥ ദൂതന്മാർ എത്ര അധികമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇത്ര ആഗ്രഹത്തോടെ കള്ളദൂതന്മാർ, വീണുപോയ ദൂതന്മാർ, പിശാചിൻ്റെ ദൂതന്മാർ, ദുരാത്മാക്കൾ, പൈശാച് ശക്തികൾ നിങ്ങളുടെ മേൽ ഇത്രമാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വീട്ടിലിരിക്കുമ്പോൾ, കിടക്കാൻ നേരത്ത്, ബാത്റൂമിൽ കയറുമ്പോൾ, പുറത്തു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുന്നിടത്തൊക്കെ അവൻ ഇത്രത്തോളം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യഥാർത്ഥ ദൂതന്മാർ എത്രയധികം നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൂതന്മാരെ വിവേചിക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വരുന്ന സഹായങ്ങളെ നമ്മൾ വിവേചിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും സകല സത്യത്തിലും. ദൈവത്തിൻ്റെ യഥാർത്ഥ ദൂതന്മാരെ തിരിച്ചറിയാൻ സ്വർഗം നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിവേചന വരത്തിലൂടെയാണ് യഥാർത്ഥ ദൂതന്മാരെയും കള്ളദൂതന്മാരെയും നമ്മൾ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:10 ഓരോരുത്തർക്കും കൊടുക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഭാഗം എങ്ങനെയാണ്? മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ, ആത്മാക്കളുടെ വിവേചനം. ആ വരമുള്ളവന് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ അതേത് ആത്മാവിൽ സംസാരിക്കുന്നു എന്നറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ആത്മാക്കളെ വിവേചിച്ചറിയുക. വിവേചനവരം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. വീണുപോയിട്ടുള്ള ദൂതന്മാരെയും അദൃശ്യരായ ദുരാത്മാക്കളെയും ഈ കൃപാവരത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ, കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണുപോയ ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് പിശാചിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാറുണ്ട്? എനിക്ക് കിട്ടാറുണ്ട്. മനസ്സിലാകും. ചില ശുശ്രൂഷയ്ക്ക് എണീറ്റിരിക്കുമ്പോൾ ചില മണ്ഡലങ്ങൾ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രസൻസ് ബോഡിയിൽ പോലെ കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോഴാണ് തിരിച്ചറിയുന്നത് അവൻ ഇവിടെ ആരല്ലോ ഉണ്ട്, ഇല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ അവൻ പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ ദൂതന്മാരെ അങ്ങോട്ട് അയക്കുക. ഉരുപ്പിടിച്ച വാളുമായി, പിതാവേ ദൂതന്മാരെ അയക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചില ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ചില വീട്ടിലേക്കോ ചെന്ന് കഴിയുമ്പോൾ അവിടെ പൈശാചിക ഏതെങ്കിലും ശക്തമായ മണ്ഡലങ്ങളുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. ചില സമയത്ത് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതെനിക്ക് കിട്ടുന്ന ഒരു അടയാളമാണ്. ആ സമയത്ത് ചില സമയത്ത് ഒരു ശക്തിയുള്ളൊരു കാറ്റ് വന്ന് അടിക്കുന്നത് പോലെ തോന്നും. അത് ദൈവത്തിൻ്റെ കാറ്റല്ല, മറ്റവനുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് കിട്ടുന്നതാണ്. പലർക്കും ഈ വിവേചനം പല രീതിയിലാണ് ലഭിക്കുക. ഹല്ലേലൂയ. ശബ്ദം കേൾക്കുമ്പോൾ, ദുരാത്മാക്കളുള്ള വ്യക്തിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:1. അതുകൊണ്ട് നിങ്ങൾ വിവേചന പരമുള്ളവരായിരിക്കുവിൻ, ആത്മാക്കളെ വിവേചിച്ചറിയുവിൻ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:1 വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ
ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ചിലരെന്നെ വിളിച്ച് അവരുടെ ദർശനങ്ങൾ പങ്കുവെക്കാറുണ്ട്, സ്വപ്നങ്ങൾ പങ്കുവെക്കാറുണ്ട്. ചിലത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത് ദൈവത്തിൻ്റെതല്ല. പക്ഷെ പറയുന്നവർ വലിയ കാര്യമായിട്ട് വിശ്വാസത്തിലായിരിക്കും പറയുന്നത്. ചില ആത്മീയ അഭിപ്രായങ്ങൾ എന്നോട് പറയാറുണ്ട്. സഭയിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രവർത്തിച്ചാലോ അത് ദൈവത്തിൽ നിന്നാണോ അല്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിട്ടേക്കുക. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ തലയിലേക്ക് അതിൻ്റെ ഫീല് വരും, നെഗറ്റീവ് ഫീല്. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ചിലർ സംസാരിക്കുമ്പോൾ അത് ആത്മാവിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ. ചിലർ ഫോൺ വിളിച്ച് പറയുന്ന കാര്യം കൂടെ ഞാൻ ഈ പറയുന്നത്. അപ്പം തന്നെ മനസ്സിലാകും ഇത് ഏതാത്മാവിലെ ഇപ്പോൾ പറയുന്നത്. പെട്ടെന്ന് അതിൻ്റെ അന്ന് വഴുതി പോകും. പറയാൻ പറ്റുന്നവരാണെങ്കിൽ അവരോട് പറയും, അതല്ല എങ്കിൽ വഴുതും. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ, ഹലോ, പ്രവാചകന്മാരെ എല്ലാവരെയും വിശ്വസിക്കാതെ. കാരണം കള്ളൻ അവരിലൂടെ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. എന്ന് പരിശോധിക്കുവിൻ, ശോധന ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ബിലീവ് നോട്ട് എവരി സ്പിരിറ്റ്. Many false prophets are gone out into the world. Hallelujah. Hallelujah. Praise the Lord. നമ്മുടെ ലൈഫിൽ തെറ്റായ ദൂതന്മാർ വരുന്നോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എഫേസ്യർ 2:2 POC ഒന്ന് വായിച്ചേ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും. അപ്പൊ ഈ ലോകത്തിന്റെ ഗതി പിന്തുടരുന്നവർ ഏത് ദൂതന്മാർ അവരെ വഴിതെറ്റിക്കും? വീണുപോയ. കേട്ടോ, ലോകത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള മാറ്റം ദൈവവചന അനുസൃതമാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. ഒന്നുകൂടെ വായിച്ച വാക്യം. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും. ലോകം പോകുന്നത് പോലെ പോവുക, അല്ലേ? ലോകത്തിൻ്റെ ഫാഷൻ. പ്രൈസ് ദി ലോർഡ്. ലോകം പോകുന്നത് പോലെ. ചിലർ പറയാറില്ലേ, ഇതെല്ലാവരും ചെയ്യുന്നതാ, ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും പറയുന്നതാ. ഹല്ലേലൂയ. ഇതൊരു കോമണാ. ഒന്നുകൂടെ വെച്ച് 2:2. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേട്. മക്കളോടൊരു കാര്യം പറയാടാ, അതൊന്ന് കഴുകി വെക്കുക, ഇല്ലെങ്കിൽ ഒന്ന് എടുത്തു വെക്കുക, ഇതൊന്ന് ചെയ്യ്. എനിക്ക് പറ്റില്ല. അവരൊരു ഹെലിപ്പാഡ് സൃഷ്ടിക്കുകയാണ്. ആര് വരാൻ? വ്യാജദൂതന്മാർ വരാൻ, വഴിതെറ്റിയ ദൂതന്മാർ വരാൻ. ദൈവത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷകൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ ഒരു വ്യാജപ്പാട് സൃഷ്ടിക്കുകയാണ്. പ്രാർത്ഥിച്ചു, ദൈവത്തിനോട് ചോദിച്ചു, തുറന്ന് വായിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വ്യക്തമായി ദൈവം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ വേണം ചെയ്യാൻ. അതിനോട് അനുസരണക്കേട് കാണിക്കുന്നു, വ്യാജദൂതന്മാർ വരാൻ കാരണമാകും. 2:2 ഒരിക്കൽ കൂടി. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അന്തരീക്ഷ ശക്തികൾ, സ്വർഗീയിടങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തികൾ, അവരാണ് ഈ വീണുപോയ ദൂതന്മാർ. നിങ്ങൾക്ക് സ്വർഗീയ യഥാർത്ഥ ദൂതന്മാരെ ദൈവം സഹായികളായി തരുന്നത് പോലെ നിങ്ങളെ വഞ്ചിക്കാൻ വരുന്ന ആ ശക്തികൾ വീണുപോയ ദൂതന്മാരാണ്. നിങ്ങളുടെ ആത്മീയ ലോകത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥ ദൂതന്മാരെ ആവശ്യമാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ 3-ാം വാക്യം അനുസരണക്കേടിന്റെ ഈ തീർന്നോ? 2 തീർന്നോ? 3. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട്. ഹലോ, ദൈവാത്മാവിന്റെ അഭിലാഷമല്ല ഇവര് സാധിപ്പിക്കുക, ഇവരുടെ ശരീരത്തിന് തോന്നുന്ന അഭിലാഷങ്ങൾ സാധിപ്പിക്കും. ശരീരത്തിൻ്റെ ഇച്ഛ, ശരീരത്തിൻ്റെ മോഹം, ശരീരത്തിൻ്റെ ആഗ്രഹം, അത് സാധിപ്പിക്കുന്നിടത്ത് വഴിതെറ്റിയ ദൂതന്മാർക്ക് ഇറങ്ങി വരാൻ ഒരു ഹെലിപ്പാടുണ്ടാകുകയാണ്. ശരീരത്തിൻ്റെയും പിന്നെന്തിൻ്റെയാണ്? മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ, മനസ്സിൻ്റെ ആഗ്രഹം, ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹമാണ് ഒരു ദൈവ പൈതലിനുണ്ട്. ഞാനിത് പറയുമ്പോൾ ഈ മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ മണ്ഡലത്തിൽ ഒരു പൈശാചിക സാന്നിധ്യം കർത്താവ് എന്നെ കാണിക്കുന്നു. യെസ്, അവൻ്റെ പ്രസൻസ് ഉണ്ട്. മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രസൻസ് ഇപ്പോൾ അഴിച്ചോ, ഏൽപ്പിച്ചു കൊടുത്തോ. സ്വർഗത്തിലെ ദൂതന്മാരുടെ സഹായം പ്രാപിച്ചോ. പിതാവേ, സ്വർഗീയ ദൂതന്മാരെ അയക്കണമേ. എന്റെ മനസ്സിന്റെ മേലുള്ള ജഡത്തിന്റെ ആഗ്രഹങ്ങൾ അഴിയട്ടെ. അതിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാച ശക്തികളെ വെട്ടിവീഴ്ത്തുന്നു. Get out in the name of Jesus. Hallelujah. Praise the Lord. Shakathina rala katha. സുതിച്ച് ലക്കറക്ക നിക്കറ ലറ ലബാനെ റബാന റലബ രേഖേ നിക റിക. ദൈവികമല്ലാത്ത എല്ലാ വ്യാപാരങ്ങളെയും പുറത്താക്കുന്നു. കേൾക്കുന്നവരിൽ നിന്ന് പുറത്താക്കുന്നു, ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു, ജോലികളിൽ നിന്ന് പുറത്താക്കുന്നു, ബിസിനസ്സുകളിൽ നിന്ന് പുറത്താക്കുന്നു. പൈശാചികമായ തീരുമാനങ്ങൾ അഴിയട്ടെ. മനുഷ്യപുത്രൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യപുത്രനെ അനുസരിക്കുന്നെങ്കിൽ ദൂതന്മാർ കയറും ഇറങ്ങും, ദൂതന്മാർ വരും പോകും, ദൂതന്മാർ തന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദുഷ്ടാത്മാക്കൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, അവർ വരും പിന്നെ പോവുകയില്ല. ഹലോ, യഥാർത്ഥ ദൈവദൂതന്മാർ അവരുടെ വാസസ്ഥലം അവർക്കറിയാം. എന്നാൽ ലൂസിഫറും കൂട്ടരും തങ്ങളുടെ വാസസ്ഥലം വെടിഞ്ഞവരാ. അതുകൊണ്ട് അവരിങ്ങോട്ട് വരും, വന്നിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുമെന്ന് വിചാരിക്കേണ്ട. അവരെന്ത് ചെയ്യില്ല, അവർ പോയില്ല, അവരവിടെ നിൽക്കും. പക്ഷെ യഥാർത്ഥ ദൂതന്മാർ അങ്ങനെയല്ല. അവർ വരും ആവശ്യത്തിന് വരും, പോകും. അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യും. അവർ നമ്മുടെ ശരീരത്തിൽ വന്ന് എന്നും വാസം ഉറപ്പിക്കില്ല. അവരൊരു പ്രവൃത്തി ചെയ്യാൻ വരും, ആ പ്രവൃത്തി ചെയ്യും, പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ നമ്മുടെ ചുറ്റും പുറകിലും മുൻപിലും നിന്ന് നമ്മളെ സംരക്ഷിക്കും. അവർ നമ്മുടെ ശരീരത്തിന് ഉള്ളിക്കേറിയിരിക്കില്ല. ഉള്ളിക്കേറിയിരിക്കുന്നവൻ മറ്റേ ദൂതനാണ്. അവനെ നിങ്ങൾ ക്ഷണിച്ചാൽ അവൻ പിന്നെ പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ വേണ്ടാന്നൊക്കെ വെച്ച് അവനെ ഇറക്കി വിട്ടെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനം കേട്ട്, ഒരു പ്രാർത്ഥന കേട്ട് ഒരാളെ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, അതങ്ങ് പോയി എന്ന് വിചാരിച്ചോ. അതങ്ങ് പോയാലും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് വചനം കേട്ട് പിന്നെ തിരിച്ചു പോകുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതാണ്. ഒരു സെക്കൻഡ് ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യം പ്രാപിച്ചു പോയി, പിന്നെ വരാതിരിക്കുന്നവരോട് പറയുകയാണ്. ഹല്ലേലൂയ. വചനത്തിൽ വളരാത്തവരോട് പറയുകയാണ്. ലൂക്ക 11:26. ലൂക്കായുടെ സുവിശേഷം 11:26. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടത ഏറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരു ആത്മാവ് ഒരുവനെ വിട്ട് പുറപ്പെട്ടു. അതിനുശേഷം അത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വീടൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പോയിട്ട് എന്ത് ചെയ്യും? അവന്റെ ആഗ്രഹം ഇവന്റെ ഉള്ളിൽ താമസിക്കണമെന്നാണ്. നമ്മുടെ ഉള്ളിൽ താമസിക്കുന്നത് ദൈവമാണ്, ദൂതന്മാരല്ല. നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാ പിശാച് വരുമ്പോ പിശാച് വാസം ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ആര് വാസം ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ വീട് അടിച്ചു വാരിയിട്ടിരിക്കുന്ന ദുരാത്മാവ് കണ്ടു. ഒരാൾ ഇന്ന് പ്രാർത്ഥിച്ചിറങ്ങിപ്പോയി. പക്ഷെ അവർ വീണ്ടും പ്രാർത്ഥിക്കൊന്നും വന്നില്ല. പക്ഷെ അവർ ക്ലീനൊക്കെ ആക്കി
പക്ഷെ ഇവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ. അപ്പം അവരിൽ അളവിൽ വ്യത്യാസമുണ്ട്. ദൂതന്മാർക്ക് എല്ലാവരും പറഞ്ഞേ അളവിൽ വ്യത്യാസമുണ്ട്. പറഞ്ഞേ, വലിയ ദൂതന്മാരുണ്ട്, ഹല്ലേലൂയ, ശക്തരായ ദൂതന്മാരുണ്ട്. എല്ലാവരും ശക്തരാ, പക്ഷെ അതിന് അളവിൽ വ്യത്യാസമുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ യഥാർത്ഥ ദൈവദൂതന്മാരിൽ പെട്ടവർ തന്നെയായിരുന്നു ലൂസിഫറും കൂട്ടരും. അവരിലും വലിയവരുമുണ്ട്, ചെറിയവരുമുണ്ട്. അപ്പം ഇവൻ പോയിട്ട് എന്ത് ചെയ്യും? ഇവൻ്റെ മുകളിലുള്ള ടീമിനെ വിളിച്ചുകൊണ്ട് വരും. എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റുന്നില്ല, ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്, ഭയങ്കര വിശുദ്ധിയെല്ലായിട്ടുണ്ട്, ഹാലേലിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളും കൂടെ വരിക, സഹായിക്കാൻ വരിക. അവരെല്ലാം കൂടെ വന്നിട്ട് ഒരു തന്ത്രം ഒരുക്കി വചനത്തിൽ ജീവിക്കാത്ത അവനെ പെടുത്തി. ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങനെയാപ്പ, ഇങ്ങനെയൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല. പഴയ ഗേൾ ഫ്രണ്ടിനെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. പതുക്കെ എന്ത് ചെയ്തു? അവരെല്ലാം കൂടെ ഉള്ളിലേക്ക് കയറി, അല്ലേ? അതാണ് 26. അപ്പോഴവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് അതിൽ കടന്ന് പാർക്കുകയാണ്, താമസിക്കുകയാണ്. പിശാച് താമസിക്കുന്നവനാണ്. ഞാൻ ഈ പിശാച് താമസിക്കുന്ന കാര്യം പറയുമ്പോൾ, താമസിച്ചിട്ട് കാലിന് നല്ല വേദനയുള്ള ആരെയോ കർത്താവ് വിടുവിക്കുന്നുണ്ട്. ഒരു കാലിലേ പറഞ്ഞേ, ഈ കാലിൻ്റെ ഇവിടം തൊട്ട് താഴെ വരെ നല്ല കട്ടുകഴപ്പ്, അസ്ഥിക്ക് നല്ല പെയിനാണ്. ആത്മാവ് പറയുന്നോ, ചിലരെ താമസിപ്പിക്കാൻ നീ അനുവദിച്ചോ, ഇപ്പൊ ഇറക്കി വിടുക യേശുവിന്റെ നാമത്തിൽ. പുറത്തു പോ, ഗെറ്റ് ഔട്ട്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. അഴിഞ്ഞു പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അസ്ഥികളെ വിട്ട് പുറത്തു പോവുക യേശുവിൻ നാമത്തിൽ. അപ്പൊ നല്ല ദൂതന്മാർ ശരീരത്തിൽ വാസം ചെയ്യില്ല, നല്ല ദൂതർ കയറി ഇറങ്ങും. ഇവരോ ഇറങ്ങാൻ കൂട്ടാക്കാത്തവരാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. മനുഷ്യരെ കൈവശം വെക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ അഭിലാഷം. നിങ്ങളെ വിട്ടുകളയാതെ അവരുടെ കയ്യിൽ വെക്കുക. ഹല്ലേലൂയ. അവിടെ ഒരു ഡെലിവറൻസ് ആവശ്യമാണ്, അവിടെ ഒരു വിടുതൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചോ. യേശുവിന്റെ നാമത്തിൽ. താമസിക്കാൻ വന്ന ദുരാത്മാക്കൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വെളിപ്പെടട്ടെ. Get out, get out, get out in the name of Jesus. പുറത്തു പോവുക, പുറത്തു പോവുക. മനസ്സിനെ വിട്ട്, ശരീരത്തെ വിട്ട് പുറത്തു പോവുക യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പിശാച്, ദൈവദൂതന്മാർ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വന്ന് താമസിക്കില്ല. നമ്മളെ കീഴ്പ്പെടുത്തി വെക്കുന്ന പരിപാടി ദൂതന്മാർക്കില്ല കേട്ടോ. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പൈശാചിക ദൂതന്മാർ നമ്മളിൽ വന്ന് വസിക്കും, നമ്മളെ കീഴ്പ്പെടുത്തും. മാത്രമല്ല, അവരേറ്റവും ഏത് താഴ്ന്ന അവസ്ഥയിലേക്കും അവർ പോകാൻ തയ്യാറാണ്. പാപത്തിൻ്റെ ദൂതന്മാർ, വഴിതെറ്റിയ ദൂതന്മാർ. ഹല്ലേലൂയ. അവരേറ്റവും താഴ്ന്ന ജഡശരീരത്തിലുള്ളതിൽ പോലും പോയി കയറും. ഏതാ? മൃഗങ്ങളിൽ, പാമ്പിൽ, പക്ഷികളിൽ. ആര് പോയി കയറും? വീണുപോയ ദൂതന്മാർ. പ്രൈസ് ദി ലോർഡ്. അവയെ കൈവശമാക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചില മന്ത്രവാദികൾ പ്രാർത്ഥിച്ചു പാമ്പിനെ അയച്ചു. കേട്ടിട്ടുണ്ടോ? പാമ്പിനെ അയക്കുന്നു. ഏതാ? അവർ പ്രാർത്ഥിച്ച് ദുരാത്മാവിനെ പാമ്പുകളുടെ മേൽ അയച്ച്, പിശാച് പാമ്പിന്മേൽ വന്ന് കയറി, പാമ്പ് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മൃഗങ്ങളുടെ മേൽ പിശാച് കയറും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഭൂതബാധിതൻ്റെ പിശാച് അവനെ വിട്ടിട്ട് ഭൂതങ്ങളാ പറഞ്ഞത്, ഞങ്ങൾക്ക് അവിടെയും കയറാൻ പറ്റൂലോ. അതാണ് ലൂക്ക 8:33. ലൂക്ക 8:33. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ എവിടെ കയറി? പന്നികളിൽ. അപ്പം മൃഗങ്ങളിലും ആർക്ക് കയറാൻ, സ്വാധീനിക്കാൻ പറ്റും? പിശാചിന്. അപ്പം നിങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കും പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചില പട്ടികൾ ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നിങ്ങളുടെ ഉറക്കം കളയുന്നത് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. യേശുവേ നന്ദി. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ 8:33 കൂട്ടം കടുന്തൂക്കത്തൂടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. ഹല്ലേലൂയ. നിങ്ങൾ ഈ പഴയ ബാലരമയിലൊക്കെ ഈ മന്ത്രവാദികളുടെയൊക്കെ പടമൊക്കെ വരയ്ക്കുമ്പോൾ അന്ന് വരയ്ക്കുന്ന ആൾക്കാർക്കും അറിയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ മന്ത്രവാദിനിയുടെ തോളിലിരിക്കുന്ന കാക്ക? പഴയ ചിത്രകഥയും ബാലരമയിലൊക്കെ ഉള്ളതാ. പ്രൈസലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ സ്വന്തം വാസസ്ഥലം വെടിഞ്ഞ് ദൈവത്തോട് മത്സരിക്കുന്ന അവർ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്കും അവർ കയറി വരും. പ്രൈസലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കറക്റ്റായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ക്രിസ്ത്യാനികൾ. നിങ്ങൾക്കൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, ക്രിസ്തു. ബഹുമധ്യസ്ഥന്മാരും ബഹുവിശുദ്ധന്മാരോടും പ്രാർത്ഥിച്ച് നിങ്ങൾ നടന്നാൽ ഭൂതാത്മാക്കൾ നിങ്ങളെ വഴിതെറ്റിക്കും. വഴിതെറ്റിയ ദൂതന്മാരാണ് നിങ്ങളെ നയിക്കുക. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ധ്യാന ഗുരുക്കന്മാർക്ക് അയച്ചു കൊടുക്കണം. ഒരിക്കൽ ഞാനും ധ്യാന ഗുരുവായിരുന്നു. മരിയൻ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നയാളായിരുന്നു. വഴിതെറ്റിയ ദൂതൻ എന്നെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. പ്രൈസലോ. വീണുപോയ ദൂതൻ്റെ കയ്യിൽ ഞാനും അകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിൽ നിന്ന് സ്വതന്ത്രനായി. പിന്നെയും പല മേഖലകളിൽ എന്നെ തെറ്റിക്കാൻ വഴിതെറ്റിയ ദൂതന്മാർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ ദൂതന്മാരുടെ സംരക്ഷണം, സഹായം എനിക്ക് ലഭിച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു. ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവെന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. ആരാധന ദൈവത്തിന് മാത്രമാണ്, അത് ദൂതർക്കരുത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:18 POC വായിക്കാമോ? കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 18 POCയിൽ നിന്ന്. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്തൊക്കെയാണ് നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുള്ളവരുടെ അടയാളങ്ങൾ? അവര് മായാദർശനങ്ങൾ വിശകലനം ചെയ്യും. ഭയങ്കര ദർശനക്കാരായിരിക്കും, ഭയങ്കര വിനയമായിരിക്കും, പക്ഷെ കപട വിനയമാണ്. ഉള്ളിലിരിപ്പ് മനസ്സിലാകണമെങ്കിൽ കൂടുതൽ അടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവദൂതന്മാരുടെ ആരാധനയിൽ ഏർപ്പെടുന്നവരാണ്. ആരെ ആരാധിക്കുന്നത്? ദൈവം. വിശുദ്ധനായ ഗബ്രിയേലേ, വിശുദ്ധനായ റാഫായേലേ, വിശുദ്ധനായ ലൂസിഫറെ വഴിതെറ്റി പറഞ്ഞതാ. അവരെ തന്നെയാണ് വിളിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവദൂതന്മാരുടെ ആരാധന. അവർ നമ്മളെ വഞ്ചിക്കും. അവർക്ക് ഭോഗാലസമായ മനസ്സാണുള്ളത്. ഏതാ? സ്വന്തം കാര്യം സിന്താബാ. പ്രൈസലോ. തൻ്റെ കാര്യം, തൻ്റെ മതത്തിൻ്റെ കാര്യം. ഭോഗാലസമായ മനസ്സോടുകൂടെ അവർ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓ, എന്തൊരു മഹത്വമേറിയ ദേവാലയം! എത്ര മനോഹരമായ തോരണങ്ങൾ, ആഘോഷമായ പാട്ടുകുർബാന, ചെണ്ടമേളം. ആരുടെ പെരുന്നാളാ? റഫാലിൻ്റെ പെരുന്നാളാ, മിഖായേലിൻ്റെ പെരുന്നാളാ. ദൂതന്മാരുടെ പെരുന്നാൾ നടത്തുന്ന ഇടത്തിൽ വഴിതെറ്റിയ ദൂതന്മാരുടെ ഹെലിപ്പാഡുകൾ നിറഞ്ഞു കിടക്കുന്നു. അതിൽ പങ്കെടുക്കുന്നവരിൽ വഴിതെറ്റിയ ദൂതന്മാരാണുള്ളത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥന
യേശുവിൻ്റെ നാമത്തിൽ മാത്രമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ദൂതന്മാരോട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അല്ലേ? യേശു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ഹല്ലേലൂയ 12 ലഗ്യോനിലധികം ദൂതന്മാരെ അയക്കുകയില്ലയോ? നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഏറ്റവും നല്ലത് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പറയുന്നതാണ്, ദൂതരെ അയക്കണമേ എന്ന്. ഇനി നേരിട്ട് നിങ്ങൾക്ക് പറയാം, അത്രത്തോളം ആയെങ്കിൽ പറയാം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കാരണം അവർ നമ്മോട് ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരാണ്. നമ്മൾ അവർ ഒരുമിച്ചാണ് ഈ കാര്യം ചെയ്യേണ്ടത്. ഈ ഭൂമിയിലുള്ള ശുശ്രൂഷ ചെയ്യേണ്ടത് അവരുമായിട്ട് ഒന്നിച്ചാ, നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യോഹന്നാന് ദൂതൻ വന്നിട്ട് ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. പിതാവ് യേശുവിനെ നൽകി, യേശു തൻ്റെ ദൂതൻ വഴിയായി യോഹന്നാന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ മഹാകാര്യങ്ങൾ വെളിപ്പെട്ടിങ്ങ് വന്നപ്പോൾ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചു മാറോട് ചേർന്ന് കടന്ന യോഹന്നാൻ പോലും ദൂതന്റെ മുമ്പിൽ മുട്ടുമടക്കിപ്പോയി. വെളിപാട് പുസ്തകം 19 അധ്യായം 10 തിരുവചനം. വെളിപാട് 19:10. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. ആരായി ഞാൻ? യോഹന്നാൻ എന്ന ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന്. ആരെ? ഇത് കാണിച്ചു തന്ന ദൂതനെ നമസ്കരിക്കേണ്ടതിന് ഞാൻ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, എന്നെ നമസ്കരിക്കരുത്, എന്നെ ആരാധിക്കരുത്, എന്നോട് പ്രാർത്ഥിക്കരുത്. മിഖായേൽ മാലാഖയോടുള്ള ജപം, നൊവേന. ദൂതൻ പറയാണ് അതരുത്. എന്നിട്ട് എന്താ പറയുന്നത്? നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വന്നവനാണ്. എങ്ങനെയുള്ള ശുശ്രൂഷകർക്ക്? യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർക്ക്. മരിയൻ ധ്യാനം നടക്കുന്നവരുടെ കൂടെ നടക്കാൻ വന്നവനല്ല ഞാൻ. ഹല്ലേലൂയ. തീർത്ഥാടന കേന്ദ്രത്തെ ഉയർത്താൻ വന്നവനല്ല, ദൂതനല്ല. യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർക്ക് സഹഭൃത്യനായിട്ടത്രേ വന്നത്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെ നമസ്കരിക്കുക, ദൈവത്തെ ആരാധിക്കുക. വായിച്ചേ, യേശുവിന്റെ സാക്ഷ്യമോ, വായിക്കുക, സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക, ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ സാക്ഷ്യമോ, യേശുവിന്റെ സാക്ഷ്യം എന്താ? സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. പ്രവചനത്തിന്റെ ആത്മാവാണ്, പ്രവചിക്കുകയാണ്. ആരെയാ പ്രവചിക്കുന്നത്? യേശുവിനെ. ഹല്ലേലൂയ. യഥാർത്ഥത്തിലുള്ള യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവർ പറയുന്ന വാക്കുകൾ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവർക്ക് മറ്റൊന്നും പറയാനില്ല. അതാണ് യഥാർത്ഥ പ്രവചനം, പ്രവാചകന്മാർ. എത്ര പേരെൻ്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന പ്രവാചകന്മാരെയാണ് ഈ ലോകത്തിന് ഇന്ന് ആവശ്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചിലർക്ക് യേശുവിനെ കുറിച്ച് പറയാൻ ഒട്ടും ടൈമില്ല. കാരണം പ്രവചനം ഇങ്ങനെ വായി വന്നിട്ട് ഇവളുടെ പ്രവചനം, അവൻ്റെ പ്രവചനം, ഇവൻ്റെ പ്രവചനം, അവസാനം എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ശ്വാസക്കാഴ്ച എടുത്ത് പിരിഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ കുറിച്ച് പ്രവചനം പറയാൻ സമയമില്ല. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അങ്ങനെ പ്രവചിക്കുന്നവനാണ് യഥാർത്ഥ പ്രവചനത്തിന്റെ ആത്മാവുള്ളവൻ. അങ്ങനെയുള്ള സാക്ഷ്യം വഹിക്കുന്നവരുടെ സഹായിയാണ് ഞാനെന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്. ഹല്ലേലൂയ. യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ഈ വചനഭാവം കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്.
ദൂതന്മാരെ കുറിച്ചുള്ളൊരു എപ്പിസോഡ് അത് നിങ്ങൾ കേൾക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിവിടെ തീർന്നിട്ടില്ല. ഇതിനുശേഷം വീണ്ടും എപ്പിസോഡുകൾ വരികയാണ്. ഹല്ലേലൂയ. ദൂതന്മാരെ കുറിച്ച്, ദൂതന്മാരോട് ചേർന്ന്, യഥാർത്ഥ ദൂതന്മാരോട് ചേർന്നാണ് നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്, ദൈവരാജ്യത്തിലെ പ്രവൃത്തികൾ ചെയ്യുന്നത്. അതിന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടായി താക്കോൽ വാക്യമായി നമ്മൾ കണ്ടത് യോഹന്നാന്റെ സുവിശേഷം 1:51 എന്താണ് വചനം? മനുഷ്യപുത്രന്റെ മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാർ. ഹല്ലേലൂയ. മനുഷ്യപുത്രനിലാണോ നീ ഇരിക്കുന്നത്? അവന്റെ വചനത്തിലാണോ നീ വസിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വചനം നീ അനുസരിക്കുന്നെങ്കിൽ അവനിൽ പുത്രനും പിതാവും ഇരിക്കുന്നു. അവരുടെ മേൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുക. യാക്കോബ് കണ്ട ഒരു സ്വപ്നം, സ്വർഗം തുറന്നിരിക്കുന്നു, ദൂതന്മാർ വരുന്നു. ഒരു ഗോവണി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്നു. ഞങ്ങൾക്കായി സ്വർഗം തുറന്നതിന് നന്ദി. ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചതിന് നന്ദി. ദൂതന്മാർ ഞങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നതിന് നന്ദി. ഹല്ലേലൂയ. മഹത്വത്തിന്റെ ഒരു ഹെലിപ്പാഡ് ഞങ്ങളുടെ മേലുള്ളതിന് നന്ദി. തേജസിന്റെ ഒരു ഹെലിപ്പാഡ് ഞങ്ങൾക്ക് നന്നതിന് നന്ദി. ഓ, വചനമനുസരിക്കാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് വാസം ചെയ്ത സാത്താന്യ ശക്തികളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പുറത്താക്കുന്നു, അനുദപിക്കുന്നു. ഞങ്ങൾ യേശുവിന്റെ ചലിക്കുന്ന ഏഞ്ചൽ പാടുകളാണ്. അത് ഞങ്ങളെ ഗ്രഹിപ്പിച്ചതിന് നന്ദി, അത് ഞങ്ങളെ അറിയിപ്പിച്ചതിന് നന്ദി. ആത്മീയ ലോകം ഞങ്ങളിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി യേശുവേ, നന്ദി യേശുവേ. തെറ്റായ സ്വപ്നങ്ങൾ അഴിയട്ടെ, തെറ്റായ പ്രവചനങ്ങൾ അഴിയട്ടെ, തെറ്റായ വെളിപ്പാടുകൾ അഴിയട്ടെ, തെറ്റായ പഠനങ്ങൾ അഴിയട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ചുറ്റും ദൂതന്മാർ പാളയമടിച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് നന്ദി. സ്തോത്രപ്പാ. ദൂതന്മാർ ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ സഹായിക്കുന്നു, ഞങ്ങളെ ശുശ്രൂഷിക്കുന്നു, ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ദൂതുകൾ ഞങ്ങളെ അറിയിക്കുന്നു. യേശു എന്ന യഥാർത്ഥ മധ്യസ്ഥനിൽ ഈ വചനം കേൾക്കുന്ന സകലരും ഉറച്ചു നിൽക്കട്ടെ. എല്ലാ തെറ്റായ ആത്മീയ ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ വന്നിട്ടുള്ള എല്ലാ സഹായങ്ങളെയും ശക്തികളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പൈശാചിക ദൂതന്മാരാൽ വഞ്ചിക്കപ്പെട്ടവരുണ്ട്, തിരിച്ചറിയാതെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. ലീഡേഴ്സ് എന്ന പേരിൽ, പാസ്റ്റേഴ്സ് എന്ന പേരിൽ, പ്രവാചകന്മാരെന്ന പേരിൽ, ബ്രദർമാരെന്ന പേരിൽ, പുരോഹിതന്മാരെന്ന പേരിൽ അവരെല്ലാവരും സത്യാത്മാവിനാൽ വിടുവിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ദൂതന്മാർ അവരെ സഹായിക്കട്ടെ. നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന വ്യാജമായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വ്യാജശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അതിനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ മേൽ സ്വർഗത്തിലെ അഗ്നി അയച്ചു വിടുവിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്വർഗത്തിലെ അഗ്നി വിഴുങ്ങട്ടെ, സ്വർഗത്തിലെ അഗ്നി പ്രവേശിക്കട്ടെ. യേശുവിനുള്ളവർ അവന്റെ ശബ്ദം കേൾക്കട്ടെ, അവനിലേക്ക് തിരിയട്ടെ. പൈശാചിക പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുന്നവർ തിന്മ വിട്ടകലട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. പിശാചിന്റെ മക്കളായ മത നേതാക്കന്മാർ
പുറത്തു വരട്ടെ. ഹല്ലേലൂയ. വഞ്ചിതരാക്കപ്പെടുന്ന കൂട്ടം പുറത്തു വരട്ടെ. ഹല്ലേലൂയ. വഞ്ചനയുടെ ഹല്ലേലൂയ. ബന്ധനത്തിൽ നിന്ന് ശരിയായ വാതിലിലൂടെ ദൈവമക്കൾ ആമേൻ. പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. റെക്കെ നിപ്പ റഗ ദിശ നറ ലബ